നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ട പല സിനിമകളിലെ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? അതായത് ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടപ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. എന്നാൽ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെ ഊടായിപ്പായിരുന്നുവെന്ന്. ഉദാഹരണത്തിന് പറക്കം തളിക എന്ന സിനിമയിൽ മദ്യപിച്ചിട്ട് നായിക ബസ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. സിനിമ കാണുമ്പോൾ ഇത് നായികയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയ്ക്കും പെർഫെക്ഷൻ ആയിരുന്നു ആ ഒരു സീൻ. എന്നാൽ വാസ്തവത്തിൽ ബസ് ഓടിക്കുന്നത് വേറൊരു ഡ്രൈവറും ആ ഡ്രൈവറിന്റെ പിറകിലെ രണ്ടാമത്തെ സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് നായിക സ്റ്റിയറിംഗ് തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഒരു വർഷം മുൻപ് ഈ ചാനലിൽ ഇട്ടിരുന്നു. അന്ന് ആ വീഡിയോയ്ക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ച ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. മറ്റു ചില ഉദാഹരണങ്ങളാണ് പൊന്നിയൻ സെൽവൻ എന്ന സിനിമ. ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും അണിഞ്ഞിരിക്കുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം അങ്ങനെയൊന്നുമല്ല. കിലോ കണക്കിന് 916 സ്വർണ്ണമാണ് സിനിമയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചത്. CID മൂസയിലെ കാറിൽ നിന്നും വരുന്ന മുളകുപൊടിയും ഗോലിയും ടാറും, ജയിലർ എന്ന സിനിമയിലെ രജനീകാന്തിന്റെ വീടിന്റെ വാഴത്തോട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ഒറിജിനൽ ആണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിലും അതെല്ലാം മൂടായ്പാണ്. ഇങ്ങനെ മലയാള സിനിമയിൽ ഒറിജിനൽ ആണെന്ന് നമ്മൾ കണ്ടപ്പോൾ വിശ്വസിച്ച പല ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബ്രഹ്മയുഗം 2024 മമ്മൂട്ടി സിനിമയാണ് ബ്രഹ്മയുഗം. കൊടുമൻ പോറ്റിയായും ചാത്തനായും മമ്മൂട്ടി മികച്ച പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. സിനിമയിലെ ഒരു ഭാഗത്തായി ചാത്തനായ മമ്മൂട്ടി വളരെ ആസ്വദിച്ച് ചിക്കൻ കഴിക്കുന്ന ഒരു രംഗമുണ്ട്. ചിക്കൻ കഴിക്കുന്ന ആ ഒരു സീൻ കാണുമ്പോൾ മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി ഒറിജിനൽ ചിക്കൻ കഴിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. കാരണം ആ ഒരു സീനിൽ മമ്മൂട്ടി ചിക്കൻ കഴിക്കുന്നില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം സിനിമ കാണുന്ന സമയത്ത് ആ ഒരു സീനിൽ മമ്മൂട്ടി നല്ലതുപോലെ ചിക്കൻ കഴിക്കുന്നുണ്ട്. ഇവിടെയാണ് മമ്മൂട്ടി എന്ന മഹാനടന്റെ ബ്രില്യൻസ്. കാരണം ഒരു ചെറിയ പീസ് മാത്രം കടിച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ കഴിക്കുന്നത് പോലെ മമ്മൂട്ടി അഭിനയിക്കുകയാണ് ചെയ്തത്. ഇനി ആ ഒരു സീൻ ഒരിക്കൽ കൂടി സ്ലോ മോഷനിലിട്ട് നോക്കുമ്പോൾ മമ്മൂട്ടി ആ ചിക്കൻ പീസ് കഴിക്കുന്നില്ല എന്ന് വ്യക്തമായി കാണാൻ കഴിയും. അതെ, അതെല്ലാം മമ്മൂട്ടിയുടെ അഭിനയമായിരുന്നു. പക്ഷേ സിനിമ കണ്ട നമ്മളെല്ലാം ഇതെല്ലാം മമ്മൂട്ടി ഒറിജിനലായി കഴിച്ചതാണെന്ന് വിശ്വസിച്ചു. ഇതാണ് 50 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നടന്റെ അഭിനയം. അതിനൊരു അവാർഡ് എന്തായാലും കൊടുത്തേ പറ്റൂ. ആടുജീവിതം 2024 ബ്ലസ്സി സിനിമയാണ് ആടുജീവിതം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി KR ഗോകുലിന്റെ ഹക്കീം എന്ന കഥാപാത്രം വളരെ ക്ഷീണിച്ച് അവശനായി മണലിൽ വീണ് മരിക്കുന്നതായി കാണാൻ കഴിയും. ആ സമയത്ത് മരണവെപ്രാളത്തിൽ മരുഭൂമിയിലെ മണല് ഹക്കീം വായിലെടുത്ത് കഴിക്കുന്നതായി കാണാൻ കഴിയും. കാര്യം അഭിനയമൊക്കെയാണെങ്കിലും മരുഭൂമിയിലെ മണല് മൂക്കിലും വായിലും പോകുന്നത് ജീവനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു സിനിമയിലെ ആ ഒരു സീൻ വളരെ റിസ്ക് എടുത്തിട്ട് അദ്ദേഹം അഭിനയിച്ചതാണെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്. അതായത് ആ ഒരു സീൻ അദ്ദേഹം ഒറിജിനലായി അഭിനയിച്ചതാണ്. പക്ഷെ ഇവിടുത്തെ ട്വിസ്റ്റ് ആ ഒരു മണലാണ്. കാരണം സംവിധായകനായ ബ്ലസ്സിക്ക് ആ ഒരു സീൻ വളരെ റിയലിസ്റ്റിക് ആയി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി കിലോ കണക്കിന് ഗോതമ്പും തവിടും മരുഭൂമിയിലെ മണലിന്റെ ആകൃതിയിൽ തരികളാക്കി പൊടിച്ചു മാറ്റി. പിന്നീട് ഹക്കീം മരിച്ചു വീഴുന്ന ആ ഒരു ഭാഗത്ത് മുഴുവൻ തരികളാക്കി പൊടിച്ച ആ ഒരു ഗോതമ്പ് നിറച്ചു. അങ്ങനെ തരികളാക്കിയ ഗോതമ്പിന്റെയും തവിടിന്റെയും പൊടികളാണ് ഹക്കീമിന്റെ വായിലേക്ക് മണലായി പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും സിനിമ കാണുന്ന സമയത്ത് ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മളത് ഒറിജിനൽ മണലാണെന്ന് വിശ്വസിച്ചിരുന്നു. ചാർലി 2015 പ്രേമം സിനിമ പുറത്തിറങ്ങി നിവിൻ പോളിയുടെ താടിയും സൗത്ത് ഇന്ത്യ മുഴുവൻ ട്രെൻഡായ സമയത്താണ് യുവതാരമായ ദുൽഖർ സൽമാന്റെ ചാർലി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നത്. താടി നീട്ടിയ ദുൽഖറിന്റെ ചാർലി എന്ന കഥാപാത്രം ആ സമയം മുതൽ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ചാർലിയിലെ ദുൽഖറിന്റെ താടി ഒറിജിനൽ അല്ല, പകരം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. അതായത് സംഭവം വേറൊന്നുമല്ല, ചാർലി എന്ന കഥാപാത്രത്തിന് വേണ്ടി ദുൽഖർ ഒരു പരിധി വരെ താടി നീട്ടണമായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ ദുൽഖർ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ആ സിനിമയിലാണെങ്കിൽ താടി വേണ്ട. ചാർലി എന്ന സിനിമ പല ഘട്ടങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. കമ്മട്ടിപ്പാടത്തിൽ താടിയില്ലാതെ അഭിനയിക്കുന്നത് കൊണ്ട് ചാർലിയിലെ താടിയുള്ള ഭാഗങ്ങളിൽ കുറച്ച് ആദ്യം ഷൂട്ട് ചെയ്യും. എന്നിട്ട് താടി വടിച്ച് കമ്മട്ടിപ്പാടത്തിൽ പോയി അഭിനയിക്കും. ശേഷം താടി വളരുമ്പോൾ തിരിച്ച് ചാർലിയിൽ വന്ന് ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യും. ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചാർലിയിലെ താടി വെച്ച ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് കമ്മട്ടിപ്പാടത്തിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് ഷൂട്ട് ചെയ്ത ഭാഗങ്ങളിൽ ചിലത് ചാർലിയിലെ സംവിധായകനായ മാർട്ടിൻ ബർക്കാട്ടിന് ഇഷ്ടപ്പെടാതെ ഒന്നുകൂടി റീഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. റീഷൂട്ട് ചെയ്യണമെങ്കിൽ ദുൽഖറിന് താടി വേണമല്ലോ. ദുൽഖർ ആണെങ്കിൽ കമ്മട്ടിപ്പാടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താടി കുറച്ച് വളരാൻ ദുൽഖർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഉള്ള താടിയുടെ പുറമെ വെപ്പ് താടി ആഡ് ചെയ്തിട്ടാണ് ചാർലിയിലെ പല ഭാഗങ്ങളിൽ ദുൽഖർ അഭിനയിച്ചത്. പ്രത്യേകിച്ചും ചാർലിയിലെ ദുൽഖറിന്റെ എൻട്രി, ഒരു പാട്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് സീനുകൾ. എന്നാൽ കമ്മട്ടിപ്പാടത്തിന്റെ ഷൂട്ടിംഗ് തീർന്ന ശേഷം ഒറിജിനൽ താടിയിൽ ദുൽഖർ ചാർലിയിലെ കുറച്ച് ഭാഗങ്ങൾ അഭിനയിക്കുകയും ചെയ്തിരുന്നു. കാര്യം ഡ്യൂപ്ലിക്കേറ്റ് താടി വെച്ചിട്ടാണ് അഭിനയിച്ചതെങ്കിൽ പോലും സിനിമയ്ക്ക് വേണ്ടി ദുൽഖർ എടുത്ത എഫേർട്ട് അംഗീകരിച്ചേ മതിയാവും. 1921
കേരളത്തിലെ മാപ്പിള ലഹളയെക്കുറിച്ച് പറയുന്ന സിനിമയാണ് 1921. സിനിമയിലെ ഒരു ഭാഗത്തായി താഴ്ന്ന ജാതിയിൽപ്പെട്ട രോഹിണിയുടെ കഥാപാത്രത്തെ നായർ കുടുംബത്തിലെ മുതിർന്ന വ്യക്തി അപമാനിക്കുന്നുണ്ട്. രോഹിണിയുടെ മേൽവസ്ത്രം പരസ്യമായി അഴിച്ചെടുക്കുന്നതായി സിനിമയിലെ ഒരു ഭാഗത്തായി കാണാൻ കഴിയും. അതിനുശേഷം നാണം മറയ്ക്കാൻ കഴിയാതെ നിസ്സഹായായി നിൽക്കുന്ന രോഹിണിയുടെ ഒരു സിംഗിൾ ഷോട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു സീൻ കാണുന്ന എല്ലാവരും 100% ഇത് രോഹിണി റിസ്ക് എടുത്ത് അഭിനയിച്ചതാണെന്നേ പറയൂ. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ കണ്ടതൊന്നും ശരിയല്ല. കാര്യം ആ ഒരു സിംഗിൾ ഷോട്ടിൽ കാണിക്കുന്നത് രോഹിണിയെ തന്നെയാണ്. എന്നാൽ മേൽവസ്ത്രം ഊരുന്ന സമയത്ത് സിനിമയിൽ രോഹിണിയുടെ ഒരു ബാക്ക് ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ഷോട്ടിൽ കാണിക്കുന്നത് രോഹിണിയല്ല, പകരം രോഹിണിയെ പോലെ തോന്നിക്കുന്ന മറ്റൊരു സ്ത്രീയെയാണ്. ഒരു ബോഡി ഡബിളിനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ ഒരു ഷോട്ട് അവരെടുത്തത്. അതിനുശേഷം രോഹിണിയുടെ സിംഗിൾ ഷോട്ട് കാണിച്ചപ്പോൾ അത് രോഹിണി തന്നെയാണെന്ന് കാണുന്ന പ്രേക്ഷകരായി നമ്മൾ തെറ്റിദ്ധരിച്ചു. വാസ്തവത്തിൽ അത് സംവിധായകന്റെ ഒരു ബ്രില്യന്റായ ഊടായ്പ പരിപാടിയായിരുന്നു. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ സിനിമയിലെ രോഹിണിയുടെ സീൻ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം മതി. എന്നാൽ രോഹിണി മാത്രമല്ല, മറ്റു ചില മലയാളി നടിമാർ ശരീരം കാണിക്കാതെ റിസ്ക് എടുത്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സമൃദ്ധ സുനിൽ. സമൃദ്ധ സുനിലിന്റെ ഒരു തെലുഗു സിനിമയിലെ പാട്ടിൽ സമൃദ്ധയുടെ വയറിന്റെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. സമൃദ്ധ ഇങ്ങനെയും അഭിനയിക്കുമോ എന്ന് ആ ഒരു പാട്ട് കണ്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അത് മറ്റൊരു പെൺകുട്ടിയാണ്. ആ ഒരു ഷോട്ട് മാത്രം വേറൊരു പെൺകുട്ടിയെ വെച്ച് സംവിധായകൻ ഷൂട്ട് ചെയ്തു. ശേഷം പാട്ടിലെ ബാക്കി ഭാഗങ്ങൾ സമൃദ്ധ അഭിനയിച്ചപ്പോൾ അത് സമൃദ്ധിയായിരുന്നു എന്ന് കണ്ടിരുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചു. അറിയാലോ, ഇത് സിനിമയാണ്, നമ്മൾ കാണുന്നതൊന്നും ശരിയാവണമെന്നില്ല. നിവേദ്യം. ലോഹിതദാസ് അവസാനമായി സംവിധാനം ചെയ്ത സിനിമയാണ് 2007 നിവേദ്യം. സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സിനിമയിൽ കാണിക്കുന്ന അമ്പലം. നാട്ടിലെ അമ്പലവും അമ്പലത്തിലെ കീഴ്ശാന്തിയും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയമാണ് സിനിമയുടെ കഥ. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിക്കുന്നത് അമ്പലത്തിനുള്ളിൽ വെച്ചിട്ടാണ്. എന്നാൽ സിനിമ കണ്ട സമയത്ത് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു അമ്പലം ഒറിജിനൽ ആയിരുന്നു എന്നാണ്. എന്നാൽ നമ്മൾ കണ്ടതൊന്നും സത്യമല്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിരിക്കുന്ന ആ ഒരു അമ്പലം വാസ്തവത്തിൽ ഒരു അമ്പലമല്ല, പകരം അവർ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു അമ്പലത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കയറി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാരണം, സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുപാട് ദിവസത്തോളം അമ്പലം ലഭിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ 32 ദിവസം കൊണ്ട് ആർട്ട് ഡയറക്ടറായ പ്രശാന്ത് മാധവ് ഒരു അമ്പലം സെറ്റിട്ട് പണിതുണ്ടാക്കി. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം പോലും കൊടുക്കാത്ത രീതിയിലാണ് ആ ഒരു അമ്പലം ഉണ്ടാക്കിയെടുത്തത്. കോട്ടയം കുഞ്ഞച്ചൻ. 1990 മമ്മൂട്ടി സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ. സിനിമയുടെ പേരിൽ കോട്ടയമുണ്ട്. നായകനായ കുഞ്ഞച്ചനും കോട്ടയംകാരനാണ്. അങ്ങനെ ആകെ മൊത്തം സിനിമ ഒരു കോട്ടയം ടച്ചാണെന്ന് സിനിമ കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ സിനിമയിൽ കോട്ടയമാണെന്ന് പറഞ്ഞ് കാണിച്ച ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളും കോട്ടയം അല്ലായിരുന്നു, പകരം തിരുവനന്തപുരമായിരുന്നു. ചിലർക്ക് ഇതിപ്പോഴും വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. സിനിമയിലെ ഒടങ്ങര എന്ന സാങ്കല്പിക ഗ്രാമമായി കാണിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള അമ്പൂരി എന്ന ഗ്രാമമാണ്. കോട്ടയത്തിന്റെ ഭൂപ്രകൃതി പോലെ തന്നെ മലയും റബ്ബറും കുരുമുളക് തോട്ടവും വലിയ ക്രിസ്ത്യൻ പള്ളികളും ടാറ് ചെയ്യാത്ത റോഡുമെല്ലാം തിരുവനന്തപുരത്തെ അമ്പൂരിയിലുണ്ടായിരുന്നു. അതോടൊപ്പം സിനിമയുടെ തുടക്കത്തിലെ പാട്ടും സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരുകളും വസ്ത്രധാരണവും സംസാര രീതിയും എല്ലാം കണ്ടപ്പോൾ സിനിമ കണ്ട പ്രേക്ഷകരെല്ലാവരും ഇത് കോട്ടയമാണെന്ന് തെറ്റിദ്ധരിച്ചു. അതിന് പ്രേക്ഷകരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു സിനിമ അവർ ഷൂട്ട് ചെയ്തത്. എന്തായാലും തിരുവനന്തപുരത്തെ കോട്ടയമാക്കി മാറ്റിയത് ശരിക്കും കയ്യടി കൊടുക്കേണ്ട ഒന്നാണ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. തേന്മാവിൻ കൊമ്പത്ത്. 1994 പ്രിയദർശൻ മോഹൻലാൽ സിനിമയാണ് തേന്മാവിൻ കൊമ്പത്ത്. സിനിമയിലെ ഒരു ഭാഗത്തായി മോഹൻലാലും ശോഭനയും ഒരു ഉൾക്കാട്ടിലെ ഗ്രാമത്തിൽ അകപ്പെട്ടു പോകുന്നതായി കാണിക്കുന്നുണ്ട്. അത് മൈസൂർ ഭാഗത്തെ ഒരു പ്രദേശമാണെന്ന് സിനിമയിൽ ശോഭന പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകളുടെ ഭാഷ ആർക്കും മനസ്സിലാകാത്ത ഒന്നായിരുന്നു. മൈസൂർ നാടായതുകൊണ്ട് മൈസൂരിലെ ഏതെങ്കിലും ഒരു ഗ്രാമീണ ഭാഷയായിരിക്കാം അവർ സംസാരിക്കുന്നതെന്ന് സിനിമ കണ്ടപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അത് അങ്ങനെയൊന്നുമല്ല. സംവിധായകനായ പ്രിയദർശൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭാഷയായിരുന്നു അത്. അതായത് ബാഹുബലിയിൽ കാലകേന് വേണ്ടി ഒരു ഭാഷ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ വാക്കുകൾ കൊണ്ട് ഒരു പ്രയോഗം നടത്തുക. എവാളുദേ അക്കരേലു എന്നതൊക്കെ വെറും സാങ്കല്പിക മാത്രമായിരുന്നു സുഹൃത്തുക്കളെ, അതൊരു ഭാഷയായിരുന്നില്ല. രാക്ഷസ രാജാവ്. 2001 മമ്മൂട്ടി വിനയൻ സിനിമയാണ് രാക്ഷസ രാജാവ്. സിനിമയിലെ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിനുള്ളിലെ അണ്ടർഗ്രൗണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ഒരുപാട് തവണ ആ ഒരു വീടിനുള്ളിലെ അണ്ടർഗ്രൗണ്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമ കണ്ട സമയത്തെല്ലാം ആ ഒരു വീടിനുള്ളിൽ ശരിക്കും ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ആ ഒരു വീടിന് അങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് ഇല്ല. അണ്ടർഗ്രൗണ്ടായി കാണിച്ചിട്ടുള്ളത് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയാണ്. ഉദയ സ്റ്റുഡിയോസിന്റെ അകത്താണ് ആ ഒരു അണ്ടർഗ്രൗണ്ട് അവർ സെറ്റിട്ടത്. പിന്നീട് എഡിറ്റിംഗിലൂടെ ആ ഒരു അണ്ടർഗ്രൗണ്ട് ആ വീടിനുള്ളിൽ തന്നെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ സിനിമ കണ്ട നമ്മളെല്ലാവരും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിശ്വസിച്ചു പോവുകയും ചെയ്തു. അതുമാത്രമല്ല, ഇതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ആ ഒരു അണ്ടർഗ്രൗണ്ടിനുള്ളിൽ ഒരുപാട് നോട്ടുകൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും കിലോ കണക്കിന് നോട്ടുകൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പ്രത്യേകം പെർമിഷൻ വേണമായിരുന്നു. അങ്ങനെ 10,000 കണക്കിന് ഫേക്ക് നോട്ടുകളാണ് ആ ഒരു സീനിന് വേണ്ടി മാത്രം അവർ പ്രിന്റ് ചെയ്തത്.
അതുമാത്രമല്ല, ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ട് പോലും പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി പ്രത്യേകം സെക്യൂരിറ്റിമാരെ നിയമിച്ചിരുന്നു. കാരണം എങ്ങാനും ആ നോട്ടുകൾ പുറത്തു പോയിരുന്നെങ്കിൽ ആളുകൾ അത് ദുരുപയോഗം ചെയ്യാനും അവസാനം സിനിമയ്ക്കെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ വലിയൊരു റിസ്ക് ആണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ എടുത്തത്. എന്തായാലും രാക്ഷസ രാജാവിൽ നമ്മൾ കണ്ട പല കാര്യങ്ങൾ ഒറിജിനൽ ആയിരുന്നില്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. നന്ദനം 2002 പൃഥ്വിരാജ് നവ്യ സിനിമയാണ് നന്ദനം. ഗുരുവായൂരും ഗുരുവായൂരപ്പനും സിനിമയിൽ കാണിക്കുന്ന അമ്പലപ്പാട്ട് കുടുംബവുമെല്ലാം ഗുരുവായൂരിനടുത്തുള്ള ഏതോ സ്ഥലമാണെന്ന് സിനിമ കണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നേക്കൂ. സംഭവം അങ്ങനെയൊന്നുമല്ല. അതെ, സിനിമയിലെ ആ സ്ഥലങ്ങളൊന്നും ഗുരുവായൂരല്ല, പകരം എറണാകുളത്തെ നോർത്ത് പറവൂരിനടുത്തുള്ള ചെന്തമംഗലമാണ്. ചെന്തമംഗലത്തെ പാലിയം കോവിലകമാണ് സിനിമയിൽ ഗുരുവായൂരിനടുത്തുള്ള സ്ഥലമായി കാണിച്ചിട്ടുള്ളത്. യഥാർത്ഥ ഗുരുവായൂരും ഈ സ്ഥലവും തമ്മിൽ ഏകദേശം 60 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്നാൽ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനും ഇത് ഗുരുവായൂരിനടുത്തുള്ള ഏതോ സ്ഥലമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇടയാക്കിയത് സിനിമയുടെ മ്യൂസിക്കാണ്. കൃത്യസമയത്തുള്ള അമ്പലത്തിലെ ഗാനങ്ങൾ, ശ്രീകൃഷ്ണനെ ഓർമ്മപ്പെടുത്തുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, വസ്ത്രധാരണം, ആർട്ട് വർക്ക്, ജിയോഗ്രഫി തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ കൃത്യമായി സിനിമയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പ്രേക്ഷകന് ഇത് എറണാകുളമാണെന്ന് സംശയം തോന്നിയില്ല. അങ്ങനെ ഇത്രയും നാളും ഗുരുവായൂരാണെന്ന് കരുതിയിരുന്നത് ഒറിജിനൽ ഗുരുവായൂരായിരുന്നില്ല, പകരം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് അറിയുമ്പോഴുള്ള അവസ്ഥ എന്താലേ. മിന്നൽ മുരളി 2021 ടൊവിനോ തോമസ് സിനിമയാണ് മിന്നൽ മുരളി. സിനിമയിലെ ജെയ്സണ് സൂപ്പർ പവർ കിട്ടിയെന്ന് പ്രേക്ഷകരെ കാണിക്കുന്ന ഒരു സംഭവമാണ്. ആശുപത്രിക്കുള്ളിൽ വെച്ച് ജെയ്സൺ കാലുകൊണ്ട് ഒരു വാട്ടർ ബോട്ടിൽ ഫ്ലാസ്ക് തട്ടി മുകളിലേക്കിട്ട് നേരെയാക്കുന്നത്. സിനിമ കണ്ട സമയത്തെല്ലാം ഇതെല്ലാം VFX ആയിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സംഭവം VFX ഒന്നുമല്ല, പക്ക ഒറിജിനലായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയം അവർ ട്രൈ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് സൂത്രപ്പണികൾ ചെയ്തിട്ടാണ് ആ ഒരു സീൻ അവർ ഷൂട്ട് ചെയ്തത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. സിനിമയിൽ ഒറിജിനൽ ആണെന്ന് നമ്മൾ കണ്ട് വിശ്വസിച്ച പല ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.